ഹായ് ഹലോ സ്മാർട്ട് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡായ 224/2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ സയൻസ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കല്ലേ. സയൻസ് സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം. പെരികാർഡിയം, മെനിഞ്ചസ്, പ്ലൂറ, മൈലിനുറ എന്നിവയൊക്കെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ മെനിഞ്ചസ് ആണ്. കാരണം പെരികാർഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഇരട്ടസ്തരമാണ് പെരികാർഡിയം. പ്ലൂറ പറയുന്നത് ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നതാണ്. മൈലിനുറ പറയുന്നത് നാഡീകോശത്തെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും പഠിക്കുന്നുണ്ട് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ വരുന്ന ഭാഗത്തുനിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ പല്ലിൻ്റെ ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ഇതുപോലെ സയൻസ് ടെക്സ്റ്റിൽ മസ്തിഷ്കത്തിൻ്റെ കൂടാതെ അല്ലെങ്കിൽ പല്ലിൻ്റെ കൂടാതെ കണ്ണിൻ്റെ, ശ്വാസകോശത്തിൻ്റെ, നാഡീകോശത്തിൻ്റെ അങ്ങനെയുള്ള മറ്റ് അവയവങ്ങളുടെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞിരുന്നു ബാക്ടീരിയ രോഗങ്ങളെക്കുറിച്ച് എന്തായാലും PSCയിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത് എന്നാണ്. എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, ഹെപ്പറ്റൈറ്റിസ്. ഇതിൽ ആൻസർ ഹെപ്പറ്റൈറ്റിസ് ആണ്. കാരണം എലിപ്പനി, ക്ഷയം, ഡിഫ്തീരിയ ഒക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷോർട്ട് നോട്ടായി കൊടുത്തിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറസ് രോഗമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുത്തുന്നു. തൈറോക്സിൻ ഉൽപ്പാദിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം, ഗോയിറ്റർ, ക്രെറ്റിനിസം. ഇതിൻ്റെ ഉത്തരം ഗോയിറ്ററാണ്. മറ്റ് രോഗങ്ങളും തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെത് കാരണം വരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ രോഗങ്ങളെക്കുറിച്ചും സയൻസിൽ പറയുന്നുണ്ട്. ആ ഭാഗങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി. ഗോളരസന്ധി, വിജാഗിരിസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി, കീലസന്ധി. അപ്പോൾ നമ്മുടെ കൈക്കുഴ, കാൽക്കുഴ ഭാഗങ്ങളിലെ സന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തിരിക്കാൻ കഴിയുന്നതൊക്കെ അവിടെ തെന്നി നീങ്ങുന്ന സന്ധിയുള്ളതാണ്. അതേപോലെ ഈ ഓപ്ഷനിലുള്ള നമ്മുടെ ശരീരത്തിലെ മറ്റ് സന്ധികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ സന്ധികൾ ഏതൊക്കെ അവയവ ഭാഗങ്ങളിലാണ് കാണുന്നത്, ഏതൊക്കെ എന്താണ് അതിൻ്റെ ധർമ്മം എന്നൊക്കെ പഠിച്ചു വയ്ക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി, ഹൃദ്യം പദ്ധതി, ശ്രദ്ധാ പദ്ധതി, സ്നേഹപൂർവം പദ്ധതി. ആൻസർ ശലഭം പദ്ധതിയാണ്. മറ്റ് നിങ്ങൾ നോട്ട് എഴുതി വയ്ക്കുമ്പോൾ ഇതിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പേപ്പറിലൊക്കെ വരാറുണ്ട് ഇങ്ങനത്തെ പദ്ധതികളൊക്കെ കുറിച്ചിട്ട്. ഇതൊക്കെ കറണ്ട് അഫെയറിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ മറ്റ് പദ്ധതികൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സൻ്റെ പുസ്തകം ഏത്? ഏതാ റേച്ചൽ കാഴ്സൻ്റെ പുസ്തകം? നിശബ്ദ വസന്തം. അതിനും ഓപ്ഷനിൽ മറ്റ് കൊടുത്ത പുസ്തകത്തിൻ്റെ പേരോടാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം, ഒരു കുരുവിയുടെ പതനം, ഭൂമി നഷ്ടപ്പെടുന്നു. കണ്ടാൽ നമുക്ക് പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ തന്നെയായിരിക്കും മറ്റ് ഓപ്ഷനുകളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന റേച്ചൽ കാഴ്സൻ്റെ പുസ്തകമാണ്. അപ്പോൾ റേച്ചൽ കാഴ്സൻ്റെ ഇതിൽ വരുന്നത് നിശബ്ദ വസന്തമാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ഏതാ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ? കുന്തിപ്പുഴയാണ് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ. സൈലൻറ്റ് വാലിയുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിലും വന്നിരുന്നു.
അത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതെന്ന്. അതുപോലെ ഇതിലും സൈലൻറ്റ് വാലിയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോട്ടയം, കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? പ്രകൃതിക്കായി ഈ സമയം, വായു മലിനീകരണത്തെ പ്രതിരോധിക്കൽ, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക, പരിസ്ഥിതി പുനഃസ്ഥാപനം. അപ്പോൾ ഇതിൻ്റെ ആൻസർ പരിസ്ഥിതി പുനഃസ്ഥാപനം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാ? ഉപ്പുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യും, ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ക്വസ്റ്റ്യൻ ഒരു 2 പ്രാവശ്യം വായിച്ചിട്ട് ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ 7 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 1ാമത്തെ ജോഡി ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജ് ഇല്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. ഇതൊക്കെയാണ് ഓപ്ഷനിൽ. ഇത് കെമിസ്ട്രിയിൽ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? 1ാമത്തെ 3ാമത്തെയാണ്. അങ്ങനെ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോണിന് ചാർജ് ഇല്ലാത്തതല്ല. പ്രോട്ടോൺ എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. 1ഉം 3ഉം ശരിയാണ്. ന്യൂട്രോൺ എന്താണ്? ന്യൂട്രോണിനാണ് ചാർജ് ഇല്ല എന്നുള്ളത്. അവിടെ ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ് കൊടുത്തിട്ടുള്ളത് തെറ്റാണ്. ഇലക്ട്രോണിനാണ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. 1, 3 ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ എയിലാണ് 1, 3 ശരി കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഉത്തരം. 72ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. അപ്പോൾ നമുക്ക് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ അലുമിനിയത്തിൻ്റെ അയിരുകളും കോപ്പറിൻ്റെ ഇരുമ്പിൻ്റെ അയിരുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് നോക്കുക. ഇതിൽ കലാമിൻ പറയുന്നത് സിങ്കിൻ്റെ അയിരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആര്? ഡോബ്രൈനർ, ന്യൂലാൻഡ്സ്, മെൻഡലീവ്, മോസ്ലി. അപ്പോൾ ഇത് പീരിയോഡിക് ടേബിളുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? ജലത്തിൻ്റെ സമവാക്യം എന്താ? H2O ആണ്. അപ്പോൾ ഇതിൻ്റെ ഘടകമൂലങ്ങൾ ഏതൊക്കെ? ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഓപ്ഷൻ എ ബാക്ക്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി മെലാമിൻ ഫോർമാൽഡിഹൈഡ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി പോളിസ്റ്റർ, ഓപ്ഷൻ ഡി PVC. തെർമോപ്ലാസ്റ്റിക് ഏതാ? PVC ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? സംവഹനം, ചാലനം, വികിരണം. ഇതൊന്നുമല്ല. ആൻസർ വികിരണമാണ്. ഇതേപോലത്തെ താപപ്രസരണത്തിൻ്റെ ഭാഗത്തു നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗം എന്തായാലും നോക്കി പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏവ? നിങ്ങൾ വേഗം ചിലപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ സവിശേഷത ഏതൊക്കെയെന്ന് വിചാരിച്ചാൽ അതാണ് കിട്ടും നോക്കും. പക്ഷേ ഇതിൽ ചോദിച്ചിരിക്കുന്ന സവിശേഷ അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഇതിൽ സവിശേഷത അല്ലാത്തത് ഏതാണ്? 2ഉം 3ഉമാണ് സവിശേഷത അല്ലാത്തത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പിന്നെ ഇതിൻ്റെ എന്താണ്? 1ാമത്തെ വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. അത് തെറ്റാണ്. 2ാമത്തെ പ്രതിബിംബത്തിൻ്റെ വലുപ്പം വസ്തുവിൻ്റേതിനേക്കാൾ ചെറുതായിരിക്കും. അത് ശരിയായ ആൻസറാണ്. ഓപ്ഷൻ 3ൽ വരുന്നത് പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. സമതല ദർപ്പണത്തിൻ്റെ കേസിൽ അതിൻ്റെ സവിശേഷത അല്ലാത്. 4ാമത്തെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്.
അപ്പോൾ സമതല ദർപ്പണത്തിൻ്റെ സവിശേഷത അതിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? 27 1/3 ദിവസം, 28 ദിവസം, 24 മണിക്കൂർ, 27 മണിക്കൂർ. ഇതൊക്കെ ഓപ്ഷനിലുള്ളത്. ഓപ്ഷൻ എ 27 1/3 ദിവസമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചലനവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിലെ ക്വസ്റ്റ്യൻ, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? ദോലനം, ഭ്രമണം, നേർരേഖ ചലനം, വർത്തുള ചലനം. ആൻസർ വർത്തുള ചലനം. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് സെക്ഷനിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാ? നീരാവി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് സെക്ഷൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ച് വയ്ക്കുക. താങ്ക് യു.